നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് അഥവാ ചാർട്ട് അനാലിസിസ് നടത്തുന്ന സമയത്ത് അനലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളായിട്ടുള്ള ട്രെൻഡ് ലൈനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ. കാരണം ഒരു ബിഗിനർ ഒരു ചോദ്യം ചോദിച്ചതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഏത് രീതിയിലാണ് എന്ന് ഒരു പ്രിഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ടൂൾ മാത്രമാണ്, ബേസിക് ടൂൾ മാത്രമാണ്. ചാർട്ട് അനാലിസിസിൽ പൊതുവേ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ പൊതുവായിട്ട് ജനറലി ഉപയോഗിക്കപ്പെടുന്ന ഒരു ബേസിക് ടൂളാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ട്രെൻഡ് ലൈനിൽ പൊതുവെ കാണപ്പെടുന്ന അല്ലെങ്കിൽ ചാർട്ടിൽ പൊതുവെ കാണപ്പെടുന്ന 3 തരത്തിലുള്ള ട്രെൻഡുകളാണുള്ളത്. ഒന്ന് ബുള്ളിഷ് ട്രെൻഡ്, 2 ബെയറിഷ് ട്രെൻഡ്, പിന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ സൈഡ് വേസ് ട്രെൻഡ്. ഇത് മൂന്നുമായിരിക്കും പൊതുവെ കാണപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തത് വേറെ ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്, ഇതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക്. ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂള് ഇതിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ടെർമിനലാണ്. ഇവിടുന്ന് രണ്ടാമത്തെ ടൂൾ എടുക്കുക. അതിനകത്ത് ഫസ്റ്റ് തന്നെ ഇവിടെ ട്രെൻഡ് ലൈനിൻ്റെ ടൂൾ കിടപ്പുണ്ട്. അവത്തെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏറ്റവും ലോവർ പോർഷനിൽ നിന്നും ഏറ്റവും അപ്പർ പോർഷനിലേക്ക് വലിച്ചു വെക്കുക, ഒറ്റ ലൈൻ വരയ്ക്കുക. ഇതാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. കാരണം ഈ ഒരു ലൈനിൽ വന്നിട്ട് പ്രൈസ് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാർട്ടിനെ നമ്മൾ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ട്രെൻഡ് ലൈൻ ഓൾറെഡി ഞാനിവിടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ ലിസ്റ്റിൽ കിട്ടുന്നത്. ഇതിങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് വരയ്ക്കുകയാണ് എങ്കിൽ ഇതാണ് ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം പ്രൈസ് ഈ ഒരു മേഖലയിൽ വന്നിട്ട് അവിടെ വന്ന് ഒന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനെ ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് ലൈൻ എന്നും എവിടെ നിന്നാണോ ട്രെൻഡ് ലൈനിന് സപ്പോർട്ട് എടുക്കുന്നത് ആ ഒരു ലൈനെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ലൈൻ എന്നും പറയുന്നു. ഇത് രണ്ടുമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഓൾറെഡി കാണിച്ചു. ഇതിപ്പോൾ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടാണ്, ഇത് ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇത് ബുള്ളിഷ് മാർക്കറ്റിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഇതേ ചാർട്ടിൽ തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സെയിം ചാർട്ട് തന്നെയാണ് ഇതിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ബെയറിഷ് ട്രെൻഡിൽ എങ്ങനെയാണ് നമ്മൾ ചാർട്ട് വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അത് നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചാർട്ടിനെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി അതിനുശേഷം ഞാനിതിനെ ഒന്ന് സൂം ചെയ്തു നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ട്രെൻഡ് ലൈൻ വീണ്ടും എടുത്തു, ലൈൻ വരയ്ക്കുന്ന ടൂൾ എടുത്തു. അതിനുശേഷം ഞാൻ നേരെ താഴേക്ക് വരച്ചു. താഴേക്ക് വരച്ചപ്പോൾ ബെയറിഷ് മാർക്കറ്റിൽ ഇതിൻ്റെ സപ്പോർട്ട്, ബെയറിഷ് മാർക്കറ്റിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആണ് ഈ കാണുന്നത്. ഇതെല്ലാം ബെയറിഷ് മാർക്കറ്റിൽ സപ്പോർട്ട് എടുത്തു. അതുപോലെ തന്നെ ബെയറിഷ് മാർക്കറ്റിൽ ഇത് റെസിസ്റ്റൻസ് ആണ്. കാരണം ഇവിടെ വന്ന് പ്രൈസ് ഇവിടെ നിന്ന് നേരെ താഴേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഈ ഒരു റൗണ്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തതിന് ശേഷം താഴെ പോയി, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് താഴെ പോയി, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം താഴെ പോയി. ഇതാണ് ബെയറിഷ് മാർക്കറ്റിലുള്ള ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ടൈപ്പാണ് സൈഡ് വേസ് എന്നുള്ളത്. സൈഡ് വേസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് അല്ല, ആക്യുറേറ്റ് അല്ല, പക്ഷേ നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ഏകദേശം ഉദാഹരണമാണിത്. ഇത് പക്ക 100% ഇതല്ല എങ്കിൽ പോലും ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക റേഞ്ചിൽ കിടന്ന് പ്രൈസ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആകുകയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നത് വരെ ഇത് സൈഡ് വേസ് മാർക്കറ്റിൽ ആകും എന്നാണ്, സൈഡ് വേസ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ റേഞ്ചിനെ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല ഒരു അപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് പൊതുവെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് നോക്കി, ഇവിടെ വന്ന് ഇത് മൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ലൈനെ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മുകളിലേക്ക് പോയി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കി അതിനുശേഷം നേരെ താഴേക്ക് വന്നു. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നതിന് ശേഷം ഡ്രാസ്റ്റിക്കലായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് താഴേക്ക് വന്നു. ഇതാണ് നമ്മളുടെ സൈഡ് വേസ് മാർക്കറ്റ്. എനിക്ക് തോന്നുന്നു ഈ ട്രെൻഡ് ലൈൻ എന്താണ്, അതുപോലെ ഏതൊക്കെ രീതിയിലുള്ള ട്രെൻഡ് ലൈൻ ഉണ്ടെന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്തു. അത് വ്യക്തമായിട്ട് ചാർട്ടിൽ തന്നെ കാണിച്ചു തന്നു. 3 ടൈപ്പ് ട്രെൻഡ് ലൈനാണുള്ളത്. ഒന്ന് ബുള്ളിഷ് മൂവ്മെൻറ്റിലുള്ളത്, 2 ബെയറിഷ് മൂവ്മെൻറ്റിലുള്ളത്, പിന്നെ അതുപോലെ തന്നെ സൈഡ് വേസ് മാർക്കറ്റിൽ 3 ടൈപ്പിലുള്ള ട്രെൻഡ് ലൈനാണുള്ളത്. അതുപോലെ തന്നെ ഒറ്റ കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുള്ളതാണ്.
ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് മിനിമം ഏതെങ്കിലും 2 പോയിന്റിലെങ്കിലും നമ്മളുടെ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന ഭാഗം മുട്ടിയിരിക്കണം. അതായത് മിനിമം 2 ക്യാൻഡിലെങ്കിലും മുട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇവിടെ ഓൾറെഡി എൻ്റെ ഒരു ടച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ ടച്ച് കിട്ടിയിട്ടുണ്ട്, മൂന്നാമത്തെ ടച്ച് കിട്ടിയിട്ടുണ്ട്, 4 ടച്ച് കിട്ടിയിട്ടുണ്ട്. മിനിമം 2 ടച്ചെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ട്രെൻഡ് ലൈനിൽ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് സഞ്ചരിക്കുന്ന പ്രൈസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എവിടെയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. സോ ഇതാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മാർഗ്ഗം. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ വിക്ക് ടു വിക്ക് അല്ലായെങ്കിൽ ബോഡി ടു ബോഡി, അഥവാ കൃത്യമായിട്ട് കാണിച്ചു തന്നാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ട്രെൻഡ് ലൈനിൻ്റെ ബോഡിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരാൻ നേരത്ത് നമുക്ക് ഈ ബോഡിയിൽ ടച്ച് ചെയ്യത്തക്ക വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ വിക്ക് ടു വിക്ക് അല്ലെങ്കിൽ വിക്ക് ടു വിക്ക് അല്ലെങ്കിൽ ബോഡി ടു ബോഡി. ഇതാണ് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് എന്നാണ് എനിക്ക് എൻ്റെ ഒരു ബാക്ക് ടെസ്റ്റിൽ അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. അല്ല എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ എനിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ നേരത്ത് വിക്ക് ടു വിക്ക് മാത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ബോഡി ടു ബോഡി മാത്രം വരയ്ക്കുക. വിക്കയിൽ നിന്ന് ബോഡിയിലോട്ട് എടുക്കരുത്, ബോഡിയിൽ നിന്നും വിക്കയിലോട്ട് എടുക്കരുത്. ഇതാണ് ഇതിൻ്റെ ബേസിക് റൂള്. പ്രധാനമായിട്ടും 2 ക്യാൻഡിലുകളെ മിനിമം എങ്കിലും ടച്ച് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ട്രെൻഡ് ലൈൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. കഴിവതും ക്യാൻഡിലുകളെ നമ്മൾ കവർ ചെയ്ത് ക്യാൻഡിലുകളെ ക്രോസ് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാതിരിക്കുക. അത് തിയറട്ടിക്കലായിട്ട് തെറ്റാണ്, പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് അത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കതെടുക്കാം. ഇതാണ് ബേസിക് കാര്യങ്ങൾ. 3 ട്രെൻഡുകളാണുള്ളത്: ബുള്ളിഷ് ട്രെൻഡ്, ബെയറിഷ് ട്രെൻഡ്, സൈഡ് വേസ്. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തന്നു. എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക്